അല്പസമയം മുമ്പ് ഡോക്ടർ ആരിഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിപ്പോൾ ഡൽഹിയിലൊക്കെ നമ്മൾ പത്രവാർത്തകളിലൂടെയൊക്കെ നമ്മൾ വാർത്തകളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അറിയാറുണ്ട്. കാരണം കുറച്ച് നാളുകൾ അടച്ചിടുന്നു, അതിനുശേഷം ഈ പുകമഞ്ഞൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വീണ്ടും ജനജീവിതം സാധാരണ നിലയിലാകുന്നു. പൊല്യൂഷൻ ഭയങ്കര രൂക്ഷമായ രീതിയിൽ വായുവിൻ്റെ ആ ഒരു ഗുണനിലവാരം താഴേക്ക് പോകുന്നു. അത്തരത്തിലുള്ള പഠനങ്ങൾ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ അല്പസമയം ഈ കുറച്ച് കാലത്തിന് മുമ്പ് വരെ നടന്നിട്ടുണ്ട്. അതിനുള്ള ഏർപ്പാടുകൾ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വാർത്തകൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ ശ്രീ റനീഷ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെക്ഷൻ നമ്മൾ നടന്നു കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികളുമായി നമുക്ക് പുറത്തു നിന്നുള്ള സിഹെഡുമായിട്ടുള്ള ഒരു വലിയ വിദഗ്ധ സംഘം കൊച്ചിയിൽ വന്ന് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ കണക്ട് ചെയ്ത് ഇപ്പോൾ ഈ സാഹചര്യം കൂടി എടുത്തുകൊണ്ട് നമ്മളതൊരു ഗൗരവമായി തന്നെ ഈ വിഷയം ഏറ്റെടുത്ത് നഗരസഭയിൽ കൊണ്ടുവരും, അത് നടപ്പാക്കും. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ ഉറവിട മാലിന്യ സംസ്കരണത്തിന് പ്രത്യേക സ്ഥലം വേണ്ട. അത് ഹീൽ എന്ന് പറഞ്ഞ കൊച്ചി നഗരസഭ ഇപ്പോൾ നടപ്പാക്കുന്ന പദ്ധതി ജനങ്ങൾ കുറച്ചും കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലിയൊരു തോതിലുള്ള മാലിന്യം നമുക്ക് വീടുകളിൽ തന്നെ സംസ്കരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഉറവിട മാലിന്യ സംസ്കരണം എന്ന് വെച്ചാൽ വീടുകളിൽ തന്നെ നമുക്കിതെല്ലാം ചെറിയൊരു ഇടം മതി. നഗരസഭ ഇപ്പോഴത്തെ പ്ലാൻ ഫണ്ടിൽ തന്നെ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് ഒരു പൈലറ്റ് പ്രോജക്റ്റ് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഒരു ബക്കറ്റ് പോലെയുള്ള ഒരു വസ്തു തന്നെയാണത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് കുറച്ചും കൂടി ഗൗരവമായി നമ്മൾ മുന്നോട്ട് വരണം. ഇത് ഒരു ബ്രഹ്മപുരം ഒരു ശാശ്വതമായ വേസ്റ്റ് ഡംപ് ആയിട്ടല്ലോ അല്ലെങ്കിൽ ക്രിയാത്മകമായ വേസ്റ്റ് കൊണ്ടുപോയി ആടായിട്ടോ നമുക്ക് കാണാതെ ഭാവിയിൽ ഈ പറഞ്ഞ ഒരു രീതിയിലേക്ക് ഉറവിട മാലിന്യ സംസ്കരണത്തിലേക്ക് കൊച്ചി നഗരസഭ അത് ഹീലെന്ന് വേണേൽ പറയും, ആ പദ്ധതിയിലേക്ക് വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് നടപ്പാക്കാനുള്ള ശ്രമം ഉണ്ടാകും. അതോടൊപ്പം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കുകയാണല്ലോ. ഇതെല്ലാം അത് വെൽ സ്റ്റഡീഡായ ഒരു റിപ്പോർട്ട് തന്നെ അടുത്ത വളരെ വേഗത്തിൽ നഗരസഭയിൽ ഉണ്ടാകും. ശ്രീ ആന്റണി പയ്യനന്തുറ, ഇത്തരത്തിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള തുറന്ന മനസ്സോടുകൂടി തന്നെയുള്ള ഒരു ഇടപെടലാണ് നഗരസഭയുടെ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്.